തല ഉയർത്തിക്കൊണ്ട് ദേവൻ മുന്നിൽ നിൽക്കുന്നവനെ നോക്കി. വെളുത്ത ഉറച്ച ശരീരമാണ്, നല്ല ഉയരവും അതിനൊത്ത തടിയും. ഇപ്പോൾ കുളിച്ചു വന്നുകൊണ്ടായിരിക്കാം മുടിയിൽ നിന്നും വെള്ളം ഇറ്റു വീഴുന്നുണ്ട്. വൃത്തിയിൽ വെട്ടിയൊതുക്കി അല്പം നീളമുള്ള താടിയും കുഞ്ഞിക്കണ്ണുകളും ഇളം റോസ് ചുണ്ടുകളുമുള്ള തന്റെ മുന്നിൽ നിൽക്കുന്നവനെ ദേവ അല്പം ഭയത്തോടെ നോക്കി. കാരണം അവന്റെ മുഖത്തെ പേശികളെല്ലാം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. കണ്ണുകളെല്ലാം രക്തചുവപ്പായിട്ടുണ്ട്. ആരാണെന്നോ എന്താണെന്നോ അറിയാതെ ഒരാളുടെ മുറിയിലേക്ക് അനുവാദം കൂടി ചോദിക്കാതെ കയറി തെറ്റായി പോയിന്ന് തോന്നിയ ദേവ മറ്റൊന്നും ചിന്തിക്കാതെ ധാവണിത്തുമ്പ് പിടിച്ചുയർത്തി വേഗം മുറിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാനൊരുക്കിയതും പെട്ടെന്നാണ് മഹേന്ദ്രൻ അവിടെ വലത് കൈയിൽ കയറി പിടിച്ചത്. അവൻ പിടിച്ച കൈയിലേക്ക് അവന്റെ മുഖത്തേക്കും ഭയത്തോടെ നോക്കിയ ദേവക്ക് ഒന്നും ചിന്തിക്കാൻ പോലും സമയം കൊടുക്കുന്നതിന് മുമ്പേ മഹേന്ദ്രൻ എന്ന ഇന്ദ്രൻ അവളെ പിടിച്ചൊരൊറ്റ വലിയായിരുന്നു. ദേവനേരം മഹേന്ദ്രനെ നെഞ്ചിലയച്ച് നിടിച്ചു നിന്നു. ഹു ആർ യു? ദേവയുടെ മുഖത്തേക്ക് നോക്കിയുള്ള മഹേന്ദ്രന്റെ ചോദ്യത്തിൽ ദേവക്ക് സത്യത്തിൽ മറുപടി പറയാനില്ലായിരുന്നു. അല്ലെങ്കിൽ അവൾക്കതിന് സാധിച്ചില്ല. കാരണം ദേവ അത്രക്ക് ഭയന്നു പോയിരുന്നു. ചോദിച്ചത് കേട്ടില്ലടി, ആരാണെന്ന്? നീ മോഷ്ടിക്കാൻ വന്നാണോ? കണ്ണുകൾ കുറുക്കിക്കൊണ്ട് അവൻ വീണ്ടും അവളോട് ചോദിച്ചതും ദേവ കണ്ണുകൾ നിറച്ച് ഞെട്ടിക്കൊണ്ട് അവനെ നോക്കി. അത് പിന്നെ ഞാനിവിടെ. സത്യത്തിൽ ദേവക്ക് അവനോടൊന്നും പറയാൻ സാധിക്കുന്നില്ല. ഭയം അവളെ വല്ലാതെ തളർത്തി. ഒപ്പം അവനോട് ചേർന്നുള്ള നിൽപ്പ് അവൾക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തന്നെ ജനിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ മഹേന്ദ്രൻ ഇതൊന്നും ശ്രദ്ധിക്കുന്ന കൂടെയില്ല. അവനെ സംബന്ധിച്ചിടത്തോളം തന്റെ മുറിയിൽ അനുവാദമില്ലാതെ കയറിയ പെണ്ണാരാണെന്നറിയാത്തുള്ള എല്ലാ ദേഷ്യവും അവന്റെ മുഖത്ത് കാണാനുണ്ടായിരുന്നു. ഇനി അവിടെ നിന്നാൽ ശരിയാവില്ലെന്ന് തോന്നിയ ദേവ മഹേന്ദ്രൻ പിടിച്ച തന്റെ കൈയുടെ മുറുക്കമൊന്ന് അയഞ്ഞു എന്ന് കണ്ടതും അവനെ പിടിച്ചു തള്ളി അവിടെ നിന്ന് ഇറങ്ങി ഓടി. അലറിക്കൊണ്ട് മഹേന്ദ്രനും ദേവയുടെ പിറകെ ഓടിയതും അവൻ കാണുന്നത് അവന് നേരെ ഓപ്പോസിറ്റുള്ള മുറിയിൽ കയറി വാതിലടക്കുന്നവളെയാണ്. ഓടി വന്നവൻ ആ ലോക്കൽ പിടുത്തമിട്ട് തുറക്കാൻ ശ്രമിച്ചെങ്കിലും അകത്ത് നിന്ന് അവൾ പൂട്ടിയെന്നുണ്ടതും അവനാകെ ദേഷ്യം വരുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്ന മഹേന്ദ്രൻ പെട്ടെന്നാണ് തന്റെ ഇടതുവശത്ത് കാണുന്ന മുറിയുടെ അരികിലേക്ക് ചെന്ന് വാതിൽ കുട്ടിയത്. കൊട്ടിൽ കുറച്ചധികം ശബ്ദത്തോടെ ആയതും മുറിയിൽ നിന്ന് കോട്ടുവായിട്ടുണ്ട് അർജുൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. എന്താ ഇത്ര? എന്താ കാര്യം? നിനക്ക് ഉറക്കൊന്നുമില്ലേ? ഉറക്കച്ചടയിൽ അർജുൻ മഹേന്ദ്രനെ നോക്കി ചോദിച്ചു. സതിൽ പിന്നീടാൻ താൻ ആരോടാണ് സംസാരിക്കുന്നുള്ള ബോധം അവന് വന്നു. തലയൊന്നു കുടഞ്ഞ് മുമ്പോട്ടേക്ക് നോക്കിയത് അവൻ കാണുന്നത് മുറുകിയ മുഖത്തോടെ വെറും ടവലും ധരിച്ചുകൊണ്ട് തന്റെ മുമ്പിൽ നിൽക്കുന്ന മഹേന്ദ്രനെയാണ്. അല്ല, അത് പിന്നെ ഞാനെന്തൊരു സ്വപ്നം കണ്ട? അല്ല, നീ പറ, എന്താ കാര്യം? എന്തിനാ നീ എന്നെ വിളിച്ച്? അർജുൻ നിഷ്കളങ്കമായി മഹേന്ദ്രനോട് ചോദിച്ചു. ഇങ്ങനെ പോത്തുപോലെ കിടന്നുറങ്ങിക്കോ. ഇതിന്റെ അകത്ത് കള്ളം കയറിയ പോലും നീ അറിയില്ല. സെക്യൂരിറ്റിയോടെ അവനെ ഇവിടുന്ന് പിരിച്ചു വിടണം. ഒരു പെണ്ണിതിനകത്ത് കയറി മോഷ്ടിക്കാൻ ഒരുങ്ങി. നിങ്ങളാരും അറിഞ്ഞില്ല അല്ലേ? ഞാനെന്തായാലും പോലീസിനെ വിളിക്കട്ടെ. അതും പറഞ്ഞ മഹേന്ദ്രൻ ഫോണെടുത്ത് പോലീസിനെ വിളിക്കാൻ ഒരുങ്ങിയതും അർജുൻ ഞെട്ടിക്കൊണ്ട് അവനോട് ചോദിച്ചു. അലീന്ദ്ര, ആ കാണുന്ന മുറിയിലെ പെൺകുട്ടിയുടെ കാര്യമാണോ നീ പറയുന്നത്? അർജുന്റെ ചോദ്യം കേട്ടതും മഹേന്ദ്രൻ കണ്ണുകൾ ചുരുക്കിക്കൊണ്ട് അവനോട് ചോദിച്ചു. നിനക്കെങ്ങനെ അറിയാം ആ മുറിയിൽ പെൺകുട്ടികളുടെ കാര്യം? പിന്നീട് അർജുൻ ഇന്ന് രാവിലെ ജോഗിങ്ങിന് പോയത് മുതൽ നടന്ന എല്ലാ കാര്യങ്ങളും വള്ളി പുള്ളിവിട മഹേന്ദ്രനോടായി പറഞ്ഞു. വേണ്ടിയിരുന്നില്ല. ആരാണെന്നോ എന്താണെന്നോ അറിയാതെ ഒരു പെൺകുട്ടി പറയുന്നത് വിശ്വസിച്ച് എന്തിന്റെ അടിസ്ഥാനത്തിലാ നിങ്ങൾ അവളെ ഇവിടെ കയറ്റി പാർപ്പിച്ച്? അങ്ങനെയല്ലേടാ, ഞാൻ അന്വേഷിച്ചിരുന്നു. നമ്മുടെ കോളേജിൽ തന്നെയാണ് ആ കുട്ടി അഡ്മിഷൻ എടുത്തിരിക്കുന്നത്. ഡീറ്റെയിൽസ് നോക്കിയപ്പോൾ സത്യമാണ്, അങ്ങനെ കുട്ടി നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. അർജുൻ അങ്ങനെ പറഞ്ഞു. മഹേന്ദ്രനൊന്ന് ശാന്തനായി. എന്തെങ്കിലും ചെയ്യും. അത്രയും പറഞ്ഞ് അല്പം മുഷിച്ചിലോടെ തന്നെ മഹേന്ദ്രൻ മുറിയിലേക്ക് കയറിപ്പോയി. പോകുന്നതിനിടയിൽ ദേവയുടെ മുറിയുടെ വാതിലിന്റെ അരികിലേക്ക് നോക്കാനോ മറന്നില്ല. ഈ സമയം മുറിയിലെത്തിയ ദേവക്ക് തന്റെ കൈയുടെയും കാലിന്റെയും വിറയിൽ ഇപ്പോഴും നിന്നിട്ടില്ലായിരുന്നു. ആരാണെന്നറിയില്ലെങ്കിലും ഇപ്പോഴും ആ വ്യക്തിയുടെ ശരീരത്തിൽ നിന്ന് വമിക്കുന്ന പെർഫ്യൂമിന്റെ ഗന്ധം ഇപ്പോഴും തന്റെ ശരീരത്തിൽ തങ്ങി നിൽക്കുന്ന പോലെ ദേവക്ക് തോന്നി. പിന്നീടൊന്നും ആലോചിക്കാൻ ആഗ്രഹമില്ലാത്ത പോലെ തലയൊന്നു കുടഞ്ഞുകൊണ്ട് അവൾ നേരെ ബെഡിലേക്ക് വീണു. അധികം വൈകാതെ തന്നെ അവൾ ശാന്തമായി തന്നെ ഉറങ്ങിപ്പോയിരുന്നു. പിറ്റേന്ന് രാവിലെ കുളി കഴിഞ്ഞ് ദേവ നേരെ ബാൽക്കണിയിലായി ചെന്ന് നിന്നു. നെറ്റിലൊരു കെട്ടുള്ളത് കൊണ്ട് തന്നെ അവൾക്ക് തല ശരിക്കും തുവർത്താൻ കഴിഞ്ഞില്ലായിരുന്നു. മുടി ശരിക്കും തുവർത്താത്തതുകൊണ്ടായിരിക്കാം അവളുടെ മുടിയിൽ നിന്നും വെള്ളത്തുള്ളികൾ ഇറ്റിറ്റ് നിലത്താകെ പടർന്നിരുന്നു.